നമസ്കാരം. റൊമാൻറ്റിക് നായകനായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ബോളിവുഡ് നടനാണ് ഇമ്രാൻ ഹാഷിം. ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടനായ ഇദ്ദേഹം കൂടുതലും ഹിന്ദി സിനിമകളിലാണ് അഭിനയിക്കുന്നത്. 2002 പുറത്തിറങ്ങിയ റാസ് എന്ന ഹൊറർ ചിത്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചതിനു ശേഷമാണ് അഭിനയ രംഗത്തേക്ക് കടന്നത്. ആദ്യം ചെറിയ വേഷങ്ങളിലൂടെ കടന്നുവന്ന ഹാഷ്മി ശേഷം ശക്തമായ വേഷങ്ങൾ സ്വീകരിക്കുകയും തുടർന്ന് 2004 മർഡർ, 2005 സെഹർ, 2006 ഗാങ്സ്റ്റർ തുടങ്ങി നിരവധി ത്രില്ലറുകളിൽ അഭിനയിച്ചുകൊണ്ട് ഹാഷ്മി ഹിന്ദി സിനിമയിലെ മുൻനിര നടന്മാരിൽ ഒരാളായി മാറുകയായിരുന്നു. സൽമാൻ ഖാനെ നായകനാക്കി മനീഷ് ശർമ്മ ഒരുക്കിയ ടൈഗർ 3 എന്ന ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായി ഹാഷ്മി എത്തിയിരുന്നു. ഇതിന് 3ാമത്തെ ഫിലിം ഫെയർ നോമിനേഷനും ലഭിച്ചിരുന്നു. എന്നാൽ ഇനി മുതൽ താൻ ഇത്തരം വില്ലൻ വേഷങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെന്നും താരം തൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുണ്ടായ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. എന്നാൽ ടൈഗർ 3യിലെ വേഷം തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നെന്നും പതിവ് രീതിയിലുള്ള ഒരു വില്ലൻ വേഷമായിരുന്നില്ലെന്നും കഥാപാത്രത്തിന് ശക്തമായ ഒരു മുൻകാല ചരിത്രം ഉണ്ടായിരുന്നു, അതിനാൽ തന്നെ അതിൽ അഭിനയിച്ചുവെന്നും ഇനി ഇത്തരം വേഷം ചെയ്യില്ലെന്നും പറയുകയുണ്ടായി. മാത്രമല്ല ടൈഗർ ഫ്രാഞ്ചൈസിയുടെ മുൻ ചിത്രങ്ങളുടെ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ടൈഗർ 3ക്ക് കഴിഞ്ഞില്ലെന്നും അഭിപ്രായപ്പെട്ടു. ഗ്രൗണ്ട് സീറോ ആണ് ഇനി പുറത്തിറങ്ങാനുള്ള ഹാഷ്മിയുടെ ചിത്രം. ഈ ചിത്രത്തിൽ BSF കമാൻഡ് നരേന്ദ്രനാഥ് ദുബൈയുടെ വേഷത്തിലാണ് ഇമ്രാൻ ഹാഷിം എത്തുന്നത്. സായി തഹങ്കർ ആണ് ചിത്രത്തിലെ നായിക. ഏപ്രിൽ 25 ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും.